ഈ റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് ടൈം നമ്മൾ 6-ാം വചനം വരെ പഠിച്ചായിരുന്നു. എന്നാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. എന്നാൽ നമ്മൾ 7-ാം വചനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതായത്, ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപം എന്നോ? ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. So what shall we say then? Is the law sin? Certainly not. On the contrary, if it had not been for the law, I would not have recognized sin, for I would not have known about coveting. Coveting, if the law had not said, you shall not covet. സോ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ആകയാൽ നാം എന്താണ് പറയേണ്ടത്? എന്ത് പറയേണ്ടത്? ന്യായപ്രമാണം പാപം എന്നോ? So what shall we say then? Is the law sin or is the law sinful എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യം. സോ എന്തുകൊണ്ടാണ് ന്യായപ്രമാണത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ഉള്ള ഒരു ചോദ്യം ചോദിക്കുന്നത്? സോ അതാണ് 1 മുതൽ 6 വരെ ഉള്ള വചനങ്ങളിൽ നമ്മൾ പഠിച്ചത്. സോ 7-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയുള്ള ഒരു ചോദ്യം ഉന്നയിക്കാൻ കാരണം 1 മുതൽ 6 വരെ ഉള്ള വചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ന്യായപ്രമാണത്തെ കുറിച്ച് പ്രസ്താവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് അപ്പോസ്തലനായ പൗലോസ് 7-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ന്യായപ്രമാണത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നത്? ഒരു മനുഷ്യൻ ജീവനോടിരിക്കുന്നത് വരെ ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരം ഉണ്ടായിരിക്കും എന്നാണ് അപ്പോസ്തലനായ പൗലോസ് 1-ാമതായിട്ട് പറയുന്നത്. So do you not know, brothers and sisters, that the law has authority over someone only as long as that person lives എന്നാണ് പറയുന്നത്. ഇപ്പൊ ന്യായപ്രമാണത്തിന്റെ അധികാരം, ന്യായപ്രമാണത്തിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജീവനോടിരിക്കുമ്പോൾ മാത്രമാണ്. അവൻ മരിച്ചാൽ ന്യായപ്രമാണത്തിന്റെ ഒരു അധികാരവും ഒരു കൺട്രോളും മരിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഇവിടെ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ഓൾഡ് കവനന്റിനെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിക്കുന്നത്, പഴയ നിയമം. സോ അതാണ് ഇവിടെ ന്യായപ്രമാണം എന്ന് വിശേഷമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭർത്താവിനെ പോലെയാണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാക്കിയ ഒരു സത്യമാണ്. ഭർത്താവ് ജീവനോടിരിക്കുമ്പോൾ വേറൊരു പുരുഷനെ വിവാഹം കഴിച്ചാൽ ആ സ്ത്രീ ഒരു വ്യഭിചാരിണിയായിട്ട് മാറും. സോ അതുപോലെ തന്നെ ന്യായപ്രമാണം നിലവിൽ ജീവനോടിരിക്കുമ്പോൾ വേറൊരു ന്യായപ്രമാണത്തെ ഇല്ലെങ്കിൽ വേറൊരു നിയമത്തെ അല്ലെങ്കിൽ പുതിയ നിയമത്തെ സ്വീകരിച്ചാൽ അത് ന്യായപ്രമാണത്തോട് വ്യഭിചാരം ചെയ്യുന്നത് പോലെയാണ്. അപ്പൊ ന്യായപ്രമാണം എന്ന ഭർത്താവിനെ ചതിക്കുന്നത് പോലെയാണ്. സോ ഒരു സ്ത്രീ വേറൊരു പുരുഷനെ വിവാഹം കഴിക്കണമെങ്കിൽ അവളുടെ ആദ്യത്തെ ഭർത്താവ് മരിച്ചിരിക്കണം. അങ്ങനെ മരിക്കുന്നില്ലെങ്കിൽ വേറൊരു വിവാഹം കഴിക്കാൻ പാടില്ല. അത് തെറ്റാണ്, അത് പാപമാണ്. ന്യായപ്രമാണം ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യത്തില്ല. സോ അതാണ് ഈ 2-3 വചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യം.
എന്താണ് എന്ന് ചോദിച്ചാൽ 7-ാം അധ്യായത്തിന്റെ 2-3 വചനങ്ങളിൽ ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സോ ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട്, ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർതൃ ന്യായപ്രമാണത്തിൽ നിന്ന് വെളിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ ഒരു പുരുഷൻ ആയാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാത്തവണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. For example, when a woman marries, the law binds her to her husband as long as he lives or as long as he is alive. But if he dies, the law of marriage no longer applies to her. So while her husband is alive, she would be committing adultery if she married another man. But if her husband dies, she is free from the law and does not commit adultery when she remarries എന്നാണ് വചനം പറയുന്നത്. സോ ഇവിടെ പുരുഷൻ ആരാണ്, ഇവിടെ ഭർത്താവ് ആരാണ് എന്ന് ചോദിച്ചാൽ ന്യായപ്രമാണമാണ്. ഈ ന്യായപ്രമാണം എന്നുള്ള ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ വേറൊരു പുരുഷന് സ്ത്രീ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇവിടുത്തെ ഒരു യൂണിക്നെസ് ഓർ വിശേഷത എന്താണെന്ന് ചോദിച്ചാൽ ഈ ന്യായപ്രമാണം എന്നുള്ള ഭർത്താവ് ഒരിക്കലും മരിക്കത്തില്ല. The law will not die and the law will never die. ഈ ന്യായപ്രമാണം ഒരിക്കലും മരിക്കാൻ പറ്റത്തില്ല. അത് എന്നേക്കുമുള്ള ന്യായപ്രമാണമാണ്. കാരണം ഈ ന്യായപ്രമാണം തന്നത് തന്നെ ദൈവമാണ്. സോ അതുകൊണ്ടാണ് ബൈബിളിൽ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച്, ന്യായപ്രമാണത്തെക്കുറിച്ച്, കൽപ്പനകളെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. സങ്കീർത്തനം 119:80 ഒരു ഉദാഹരണമായിട്ട് വായിച്ചാൽ, യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. Forever, O Lord, your word is settled in heaven എന്നാണ് പറയുന്നത്. So, O Lord, your word is eternal എന്നാണ് പറയുന്നത്. Your word is everlasting എന്നാണ് പറയുന്നത്. അപ്പോൾ ന്യായപ്രമാണം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഉടമ്പടി എന്ന് പറയുന്നത്, നിയമം എന്ന് പറയുന്നത് that is everlasting ആണ്. അപ്പൊ അത് എന്നേക്കും ജീവിക്കുന്ന ഒരു പുരുഷനെ പോലെയാണ്. ഇവൻ ഐസയ 48 നമ്മൾ വായിച്ചാൽ, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും എന്നാണ് പറയുന്നത്. The grass withers, the flower fades, but the word of God stands forever എന്നാണ്. സോ മാത്യു 5:15 സങ്കീർത്തനം 111:7-8 വചനങ്ങളും അതാണ് പറയുന്നത്. അപ്പോൾ ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരു മരിക്കാത്ത എന്നേക്കും ജീവിക്കുന്ന ഒരു വ്യക്തി പോലെയാണ്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു ഫ്രീഡം, ഒരു ലിബറേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? സോ അതാണ് അപ്പോസ്തലനായ പൗലോസ് 4-ാം വചനത്തിൽ പ്രസ്താവിക്കുന്നത്. 7:4 എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്?
സോ അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. So my dear brothers and sisters, this is the point. You died to the power of the law when you died with Christ. And now you are united with one who was raised from the dead. As a result, we can produce a harvest of good deeds for God. See, നാം മരിച്ചിട്ട് വേറൊരുവന് ആകേണ്ടതിന്. സോ നാം മരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ന്യായപ്രമാണ സംബന്ധമായി നമ്മൾ മരിക്കണം. ന്യായപ്രമാണ സംബന്ധമായി ന്യായപ്രമാണം എന്നുള്ള ഒരു ഭർത്താവിന്റെ ആ ബന്ധം ഉണ്ടല്ലോ. സോ അതിൽ നമ്മൾ മരിക്കണം. മരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ വേറൊരു പുരുഷന് ആകേണ്ടതിന്. സോ അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. സോ ഇത് നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യം, ആകയാൽ നാം എന്ത് പറയണം? ന്യായപ്രമാണം പാപം എന്നോ? സോ നാം ന്യായപ്രമാണം സംബന്ധമായി മരിച്ചതുകൊണ്ട് ന്യായപ്രമാണം ഒരു പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നുണ്ടോ? ഈ ന്യായപ്രമാണം അത്ര മോശക്കാരനായി പോയോ? എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം? എന്തുകൊണ്ടാണ് നമ്മൾ ന്യായപ്രമാണ സംബന്ധമായി മരിക്കേണ്ടി വന്നത്? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ന്യായപ്രമാണം ഒരിക്കലും പാപമല്ല, ഒരു നാളും ആറുത്, certainly not എന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത് 7-ാം വചനത്തിൽ. സോ 7-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ന്യായപ്രമാണം ഒരിക്കലും പാപമല്ല. The law is not sin. ന്യായപ്രമാണം മോശമല്ല, ന്യായപ്രമാണം പ്രശ്നക്കാരനല്ല, ന്യായപ്രമാണം പാപമല്ല. പിന്നെ എന്തിനാ ഞാൻ ന്യായപ്രമാണം സംബന്ധമായി മരിച്ചത്? ഈ സത്യം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഇതിന്റെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതമുണ്ടല്ലോ, നമ്മുടെ ആത്മീക ജീവിതം. സോ ഈ രീതിയിൽ, ഈ വിധത്തിൽ നമ്മൾ മനസ്സിലാക്കണം. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് അവർ ക്രിസ്ത്യൻ ലൈഫ് ഓർ our spiritual life in this way. എങ്ങനെയാണ്? Every true Christian has to go through 3 marriages. നിങ്ങൾ എന്തോ ഇത് എന്നുള്ള ഒരു സർപ്രൈസ്, ഒരു ഷോക്കിംഗ് വേർഡ്സ് ആയിരിക്കാം. ഒരു യഥാർത്ഥമായിട്ടുള്ള ക്രിസ്ത്യാനി 3 വിവാഹങ്ങളിൽ കൂടി കടന്നു പോകണം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? കാരണം നമ്മൾ ആകെ മനസ്സിലാക്കിയിരിക്കുന്നത് അത് ഒരു വിവാഹമേ ഉള്ളൂ. ആൾറെഡി നമ്മൾ എല്ലാവരും വിവാഹിതരാണ്. സോ അത് ബാഹ്യമായിട്ടുള്ള ഫിസിക്കൽ മാരേജ് ആണ്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് സ്പിരിച്വൽ ലൈഫിൽ നടക്കുന്ന, ക്രിസ്തീയ ജീവിതത്തിൽ നടക്കുന്ന, ആന്തരികമായിട്ട് നടക്കുന്ന 3 വിവാഹ കാര്യങ്ങളെ കുറിച്ചാണ്, വിവാഹത്തെ കുറിച്ചാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് മനസ്സിലാക്കിയാൽ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഓൾഡ് ടെസ്റ്റമെന്റ്, ഇല്ലെങ്കിൽ വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ലോ ഓഫ് മോസസ്? നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് we have to think about our unconverted life. അതായത് ആദ്യം നമ്മുടെ മാനസാന്തരപ്പെടാത്ത ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണം. അതായത് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത,
രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാത്ത ഒരു ജീവിതമുണ്ടല്ലോ, അൺകൺവേർട്ടഡ് ലൈഫ്. ആദ്യം ആ അൺകൺവേർട്ടഡ് ലൈഫിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. മാനസാന്തരപ്പെടാത്ത കാലത്ത് നമ്മൾ പഴയ മനുഷ്യൻ എന്ന വ്യക്തിയെയാണ് വിവാഹം കഴിച്ചത്. In our unconverted days, we have married to a man called old man or old self. ഇത് കേട്ടിട്ടുണ്ടോ? പഴയ മനുഷ്യൻ, old man, old self. So in our unconverted days, this old man or this old self was controlling us as a husband. So this old man made us to sin all the time. This old self treated us so badly. So നമ്മുടെ മാനസാന്തരപ്പെടാത്ത നാളുകളുണ്ടല്ലോ, ആണ്ടുകളുണ്ടല്ലോ, ഒരു കാലമുണ്ടായിരുന്നല്ലോ. ഈ കാലത്ത് പഴയ മനുഷ്യൻ എന്നുള്ള ഒരു പുരുഷൻ, ഒരു ഭർത്താവ്, ഈ പഴയ മനുഷ്യൻ എന്നുള്ളത് ഒരു ഭർത്താവിനെ പോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവനാണ് യജമാനൻ. ഈ പഴയ മനുഷ്യനാണ് നമ്മെ ഇതുവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഭർത്താവ് എന്ന നിലയിൽ നമ്മെ അവൻ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. ഈ പഴയ മനുഷ്യൻ എപ്പോഴും നമ്മെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. സോ അവന് പാപം ചെയ്യാൻ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഈ പഴയ മനുഷ്യൻ നമ്മളോട് വളരെ മോശമായിട്ടാണ് അവൻ പെരുമാറുന്നത്. So this old man was a terrible husband who beats us, hurts us, and demands us to do all types of evil deeds, wicked things. ഈ പഴയ മനുഷ്യനുണ്ടല്ലോ, ഈ പുള്ളി ഒരു ഭയങ്കര ഭർത്താവായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. അവൻ നമ്മെ അടിക്കും, അടിമകളാക്കും, വേദനിപ്പിക്കും, എല്ലാത്തര ദുഷ്ടപ്രവർത്തികൾ, പാപം ചെയ്യാൻ അവൻ നിർബന്ധിക്കും. സോ ഈ പഴയ മനുഷ്യൻ നിർബന്ധിക്കുമ്പോഴെല്ലാം നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കും. So we struggle with him. We struggle and struggle and struggle with this terrible husband called old man. And while struggling and struggling and struggling, a desire comes. Desire to marry another good man. ഈ ഭയങ്കരനായിട്ടുള്ള മോശക്കാരനായിട്ടുള്ള ഈ പഴയ മനുഷ്യനായ ഈ ഭർത്താവിനോട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് സഹിച്ചു, വേദന കൊണ്ട് മടുത്തു. അങ്ങനെ മടുത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം വരും, വേറെ ഒരു പുരുഷനെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. ഈ പുരുഷൻ വേണ്ട, ഈ യജമാനൻ വേണ്ട, ഈ കൺട്രോളിംഗ് പവർ വേണ്ട. നമുക്ക് വേറെ ഒരു പുരുഷൻ, വേറെ ഒരു ഭർത്താവ്, വേറെ ഒരു കൺട്രോളിംഗ് പവർ, വേറെ ഒരു യജമാനൻ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. But എന്തോ ചെയ്യണം? So the woman can't marry another man because her husband, that old man, the old self is still alive. So അവൾക്ക് വേറെ ഒരു പുരുഷനെ വിവാഹം കഴിച്ചാൽ എല്ലാവരും പറയും, ഭർത്താവ് ജീവിക്കുന്നുണ്ട്, ഇവൾ വേറെ ഒരു പുരുഷനെ കല്യാണം കഴിക്കുന്നു, ഇവൾ മോശക്കാരിയാണ്, വ്യഭിചാരിണിയാണ് എന്ന് പലരും പറയും. So even the law will not permit her to marry another woman, another man. അങ്ങനെ വിവാഹം കഴിച്ചാൽ അവൾ ഒരു വ്യഭിചാരിണിയായിട്ട് മാറും. സോ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? One day the Father God does something and he kills this old self, this old man. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാം അധ്യായം 6-7 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, നാം ഇനി പാപത്തിന് അടിമപ്പെടാത്തവണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ
നമ്മുടെ പഴയ മനുഷ്യൻ, ദ ഓൾഡ് മാൻ, ദ ഓൾഡ് സെൽഫ്, അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. We know that our old sinful selves were crucified with Christ so that sin might lose its power in our lives. We are no longer slaves to sin, for when we died with Christ, we were set free from the power of sin എന്നാണ് പറയുന്നത്. സോ ഇവിടെ എന്താണ്? നമ്മുടെ മാനസാന്തരപ്പെടാതെ, രക്ഷിക്കപ്പെടാതെ, അൺകൺവേർട്ടഡ് ഡേയ്സിൽ നമ്മൾ ഈ പഴയ മനുഷ്യൻ എന്നുള്ള ഭർത്താവിനോട് കൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. സോ അവൻ വളരെ മോശക്കാരനായിരുന്നു. എപ്പോഴും തെറ്റ്, പാപം, അനീതി, അന്യായം ചെയ്യാനാണ് അവന് കൂടുതൽ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഒരു പഴയ മനുഷ്യൻ പിതാവായ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട് പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു. Now the old man, the old self, old husband or terrible husband is dead. ഇപ്പൊ എന്താണ്? ആ ഭർത്താവ് മരിച്ചു. അപ്പൊ ഭർത്താവ് മരിച്ചത് കൊണ്ട് നിയമപ്രകാരം, ന്യായപ്രമാണ പ്രകാരം, now the woman is free to marry another person. ഇപ്പോൾ ആ സ്ത്രീ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഈ സ്ത്രീ എന്താണ് ചെയ്യുന്നത്? ആദ്യത്തെ ഭർത്താവ് മരിച്ചു, ഈ പഴയ മനുഷ്യൻ മരിച്ചു. പഴയ മനുഷ്യൻ മരിച്ചതിന് ശേഷം ഈ സ്ത്രീ യേശു ക്രിസ്തുവിനെ വിവാഹം കഴിക്കുന്നതിന് പകരം ന്യായപ്രമാണത്തെ വിവാഹം കഴിക്കുന്നു. ഇത് അവളുടെ രണ്ടാമത്തെ വിവാഹമാണ്. So this woman, instead of marrying Jesus Christ, she goes and marries the law. And this is her second marriage. അപ്പൊ ന്യായപ്രമാണം നല്ല ഭർത്താവാണ്. ഒരിക്കലും തെറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല, പാപം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ഈ ന്യായപ്രമാണം എന്നുള്ള ഭർത്താവുണ്ടല്ലോ, അദ്ദേഹം വളരെ ഡിമാൻഡിങ് ഹസ്ബൻഡാണ്, ഡിസിപ്ലിൻഡ് ഹസ്ബൻഡാണ്. അല്ല, എപ്പോഴും ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെടും. So the law is actually a good husband, never does anything wrong or sinful, and never asks you to do anything wrong. But he is a very demanding husband. He always demands to do absolutely right things. So അവിടെയാണ് പ്രശ്നം. ന്യായപ്രമാണം എന്നുള്ള ഭർത്താവ് വളരെ അച്ചടക്കമുള്ളവനാണ്, കർശനമാണ്. The husband law is very strict and very disciplined. The law says, for example, the law says that lunch must be ready at 1 o'clock. 1 o'clock means 1 o'clock. It is not 1:05 or 1:10. Exactly 1 o'clock. So at 1 o'clock, lunch must be ready. But this husband doesn't help his wife to prepare the lunch. But he is a very demanding husband. ഈ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ഒരു ഡിമാൻഡിങ് ഹസ്ബൻഡിനെ പോലെയാണ്. അപ്പൊ ഹസ്ബൻഡ് പറയുന്നു, ഉച്ചഭക്ഷണം കൃത്യമായി 1 മണിക്ക് തയ്യാറായിരിക്കണം. 1 മണി എന്ന് പറയുന്നത് 1:05 അല്ല, 1:10 അല്ല. 1 മണി എന്ന് പറഞ്ഞാൽ 1 മണിയാണ്. കറക്റ്റ് 1 മണിയാകുമ്പോൾ ഉച്ചഭക്ഷണം ഡൈനിങ് ടേബിൾ തയ്യാറായി കിടക്കണം. എന്നാൽ അയാൾ അങ്ങനെ കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ ഉച്ചഭക്ഷണം ഉണ്ടാക്കാൻ ഒരു സഹായവും ഈ ഭർത്താവ് ചെയ്യുന്നില്ല. പക്ഷെ അയാൾ കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്, നിർബന്ധിക്കുന്നുണ്ട്.
സോ എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത്, ഈ ലോ ഈസ് വെരി ഗുഡ് ഹസ്ബൻഡ്, doesn't do anything wrong, doesn't force you to commit sin, but the only problem of this husband is he never helps you. ഈ ന്യായപ്രമാണം വളരെ നല്ല ഭർത്താവാണ്. അവൻ ഒരു തെറ്റും ചെയ്യുന്നില്ല, തെറ്റുകൾ ചെയ്യാൻ അവൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഫോഴ്സ് ചെയ്യുന്നില്ല, പാപങ്ങൾ ചെയ്യാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഈ ഭർത്താവിന്റെ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവൻ ഒരിക്കലും നിങ്ങളെ സഹായിക്കത്തില്ല. ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ മോശമാണ്, അവൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. So this husband demands to keep the house spick and span, but never helps you to keep the house spick and span. ഈ ഭർത്താവ് വീട് പരിസരം വൃത്തിയായി സൂക്ഷിച്ച് വൃത്തിയെ നിലനിർത്താൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ആ വീടിനെ വൃത്തിയായി നിലനിർത്താൻ ആ മനുഷ്യൻ ഒരിക്കലും ഭാര്യയെ സഹായിക്കുന്നില്ല. സോ കൽപ്പിക്കുന്നു, എന്നാൽ ആ കൽപ്പനകളെ പാലിക്കാൻ, കൽപ്പനകളെ നിലനിർത്താൻ, അനുസരിക്കാൻ യാതൊരു സഹായവും ഈ ഭർത്താവ് ചെയ്യുന്നില്ല. വീണ്ടും ഈ സ്ത്രീയുടെ ജീവിതത്തിൽ പ്രശ്നമാണ്. എന്താണ്? This woman struggles and worries because the second marriage is not working as the woman wished. ഇപ്പോൾ ഈ സ്ത്രീ വീണ്ടും വിഷമിക്കുന്നു. കാരണം ഈ സ്ത്രീ ആഗ്രഹിച്ചതുപോലെ ഈ രണ്ടാം വിവാഹ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. ഈ സ്ത്രീ ഇപ്പോൾ വീണ്ടും ബുദ്ധിമുട്ടുന്നു. The first husband tortured her, asked her to do all evil things. ആദ്യത്തെ ഭർത്താവ്, അതായത് പഴയ മനുഷ്യൻ, ഓൾഡ് മാൻ, എന്താണ് ചെയ്തത്? ഈ സ്ത്രീയെ വളരെ അധികമായി പീഡിപ്പിച്ചു. എല്ലാ ദുഷ്ടമായ പാപകരമായിട്ടുള്ള കാര്യങ്ങൾ, പ്രവൃത്തികൾ ചെയ്യാൻ അവന് ആവശ്യപ്പെട്ടു, ഡിമാൻഡ് ചെയ്തു. സോ എന്നാൽ ഇപ്പോൾ ഈ സെക്കൻഡ് ഹസ്ബൻഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ, ദിസ് സെക്കൻഡ് ഹസ്ബൻഡ് ഈസ് വെരി ഗുഡ്, always demands that are righteous and godly demands, but he doesn't help her to keep those demands. ഈ രണ്ടാമത്തെ ഭർത്താവ് വളരെ നല്ലവനാണ്, എപ്പോഴും നീതിയെ ആഗ്രഹിക്കുന്നു, വിശുദ്ധിയെ ആഗ്രഹിക്കുന്നു, ദൈവികമായ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. പക്ഷേ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആ സ്ത്രീയെ ഒരു സഹായവും ചെയ്യുന്നില്ല, സഹായിക്കുന്നില്ല. So but here the fact is, the second husband law is never going to die. എന്നാൽ ഈ ഭർത്താവ് കൊണ്ട് ഈ സ്ത്രീക്ക് വലിയ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. വീണ്ടും അവളുടെ ജീവിതം ബുദ്ധിമുട്ടിലാണ്. എന്നാൽ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഭർത്താവായ പഴയ മനുഷ്യൻ മരിച്ചതുപോലെ രണ്ടാമത്തെ ഭർത്താവായ ന്യായപ്രമാണം മരിക്കത്തില്ല. സോ അവിടെയാണ് പ്രശ്നം. ന്യായപ്രമാണം ഒരിക്കലും മരിക്കില്ല. So the law will not die because the law was given by God. And the law is absolutely perfect. We can't find any shortcomings in the law. അപ്പം ന്യായപ്രമാണം ദൈവത്താൽ നൽകപ്പെട്ടതാണ്. ന്യായപ്രമാണം ഒരിക്കലും മരിക്കില്ല. പിന്നെ ന്യായപ്രമാണം തികച്ചും പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്, പൂർണ്ണമായിട്ടുള്ളതാണ്. നമുക്ക് ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു പോരായ്മയും, ഒരു തെറ്റിനെയും, ഒരു പാപത്തെയും കണ്ടെത്താൻ കഴിയില്ല. സോ എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, how can this woman be freed from this everlasting, ever living law? സോ എന്നേക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിൽ നിന്ന് ഈ സ്ത്രീക്ക് എങ്ങനെയാണ് മോചനം ലഭിക്കുന്നത്? So again, so we can see the work of the Father God. So ഇവിടെ എന്താണ് വീണ്ടും പിതാവായ ദൈവം ചെയ്യുന്നത്?
So Father God makes this woman to die. When she died, the marriage relationship has broken. ഇവിടെ പിതാവായ ദൈവം അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു. എന്താണ് ആ കാര്യം എന്ന് ചോദിച്ചാൽ, ഈ ദൈവം ഈ സ്ത്രീയെ മരിക്കാൻ ഇടയാക്കുന്നു. അവൾ മരിച്ചപ്പോൾ ഭർത്താവിനോടുള്ള എല്ലാ വിവാഹ ബന്ധം തകർന്നു. So in the first case, the husband called old man died. ആദ്യത്തെ സംഭവത്തിൽ പഴയ മനുഷ്യൻ എന്നുള്ള ഭർത്താവാണ് മരിച്ചത്. എന്നാൽ in the second case, the woman dies with Christ and freed from the law. ഈ രണ്ടാമത്തെ സംഭവത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഭർത്താവ് മരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ക്രിസ്തുവിൽ ഈ ഭാര്യയാണ് മരിക്കാൻ പോകുന്നത്. സോ രണ്ടാമത്തെ സംഭവത്തിൽ ന്യായപ്രമാണം എന്ന ഭർത്താവിനോടുള്ള വിവാഹ ബന്ധത്തിൽ നിന്ന് ക്രിസ്തുവിനോട് കൂടെ ഈ സ്ത്രീ മരിച്ചതുകൊണ്ട് ആ ന്യായപ്രമാണത്തിൽ നിന്ന് ആ രണ്ടാമത്തെ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ നിന്ന് സ്വതന്ത്രയായി മാറുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 7:4 ചോദിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിനും നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. So, my brothers and sisters, you also died to the law through the body of Christ, that you might belong to another, to him who was raised from the dead, in order that we might bear fruit for God എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ now we died to the law and married to Christ or engaged to Christ. അതാണ് തേർഡ് മാരേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നാം ന്യായപ്രമാണത്തിൽ നിന്ന് മരിച്ചു ക്രിസ്തുവിനെ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ഒരു വിവാഹ നിശ്ചയം ചെയ്ത വ്യക്തികളായിട്ടാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 11:2 പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ വിവാഹ നിശ്ചയം, ക്രിസ്തു എന്നുള്ള പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു സ്ത്രീയാണ് വിശ്വാസി എന്ന് പറയുന്നത്. So I am jealous for you with a godly jealousy, because I have promised you to one husband, to present you as a pure virgin to Christ എന്നാണ് പറയുന്നത്. So I have promised you to one husband എന്നാണ് പറയുന്നത്. അപ്പൊ യേശു ക്രിസ്തുവും ഒരു വിശ്വാസിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ, സ്പിരിച്വലി സ്പീക്കിംഗ്, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ റിലേഷൻഷിപ്പിലാണ്. അപ്പൊ വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി, അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ആണ്, റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് ആണ്. അപ്പൊ റിലേഷൻഷിപ്പ് ഇല്ലാതെ ഒരാൾക്ക് ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ള ക്രിസ്തീയ ജീവിതം, ആ റിലേഷൻഷിപ്പ് ഇല്ലാതെ ജീവിക്കുന്ന ക്രിസ്തീയ ജീവിതം നോമിനൽ ക്രിസ്ത്യൻ ലൈഫാണ്. ദാറ്റ് ഈസ് ഈക്വലന്റ് ടു
ഡെഡ്ലി ലൈഫാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. സോ അതാണ് ഈവൻ റെവലേഷൻ 19:7 പറയുന്നത്. റെവലേഷൻ 19:7 എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. Let us rejoice and shout for joy. Let us give him glory and honor. For the marriage of the Lamb has come എന്നാണ് ഇവിടെ പറയുന്നത്. So marriage of the Lamb has come and his bride has prepared herself എന്നാണ് ഇവിടെ പറയുന്നത്. സോ അതാണ് ബൈബിൾ പറയുന്നത്. പഴയ മനുഷ്യന് വേണ്ടി നമ്മൾ മരിച്ചു, പഴയ മനുഷ്യനുള്ള ഭർത്താവിന്റെ ബന്ധത്തിൽ മരിച്ചപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? സെക്കൻഡ് മാരേജ് ആണ്. നമ്മൾ ന്യായപ്രമാണത്തിലേക്ക് വന്നു. ന്യായപ്രമാണത്തിന്റെ ആ ബന്ധത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ന്യായപ്രമാണത്തിന്റെ ഡിമാൻഡ്സ് അനുസരിച്ച് ജീവിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഒരു വിവാഹത്തിലേക്ക് പ്രവേശിച്ചത്. അത് ക്രിസ്തുവിൽ കൂടി. സോ അങ്ങനെ ഉണ്ടെങ്കിൽ പഴയ മനുഷ്യനെ നമ്മൾ മരിച്ചു, ന്യായപ്രമാണത്തിന് നമ്മൾ മരിച്ചു. സോ നൗ ഇപ്പോൾ മൂന്നാം വിവാഹത്തിൽ യേശു ക്രിസ്തുവാണ് നമ്മുടെ മാസ്റ്റർ, നമ്മുടെ യജമാനൻ, നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ ലോർഡ്. എന്നാൽ വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്? ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നിലവാരം, ആ സ്റ്റാൻഡേർഡ് എന്താണ്? Is Jesus Christ's standard lower or lesser than the second husband, the law? യേശു ക്രിസ്തുവിന്റെ ഒരു നിലവാരം, മാനദണ്ഡം, സ്റ്റാൻഡും രണ്ടാം ഭർത്താവായ ന്യായപ്രമാണത്തെക്കാൾ കുറവാണ്? No, the standard of Jesus Christ is higher than the standard of the law. ഒരിക്കലും അല്ല. യേശു ക്രിസ്തുവിന്റെ നിലവാരം ഇല്ലെങ്കിൽ മാനദണ്ഡം, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ സ്റ്റാൻഡേർഡിനെക്കാട്ടിലും നിലവാരത്തെക്കാട്ടിലും ഉയർന്നതാണ്. ഇപ്പോൾ പഴയ നിയമത്തിന്റെ സ്റ്റാൻഡേർഡും പുതിയ നിയമത്തിന്റെ സ്റ്റാൻഡേർഡ് കമ്പയർ ചെയ്യണമെങ്കിൽ പഴയ നിയമത്തിന്റെ സ്റ്റാൻഡേർഡിനെക്കാട്ടിലും ഉയർന്നതാണ് പുതിയ നിയമത്തിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ പഴയ നിയമമായിരിക്കുന്ന, ന്യായപ്രമാണമായിരിക്കുന്ന യജമാനൻ ഭയങ്കര ഡിമാൻഡിങ്, ഡിസിപ്ലിൻഡ് ഹസ്ബൻഡ് ആയിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവോ ഈ ന്യായപ്രമാണം എന്നുള്ള ഹസ്ബൻഡിനെക്കാട്ടിലും വളരെ ഡിമാൻഡിങ്, വളരെ ഡിസിപ്ലിൻഡ്, വളരെ പെർഫെക്റ്റ് ആണ്. ഇപ്പൊ ന്യായപ്രമാണത്തിന്റെ ആ നിലവാരം, ആ സ്റ്റാൻഡേർഡ് കുറവുള്ള ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മൾ എങ്ങനെയാണ് വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ യജമാനനോട് കൂടെ, ഈ ഭർത്താവിനോട് കൂടെ, ഈ ക്രിസ്തു എന്നുള്ള വ്യക്തിയോട് കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്? കാരണം ഫസ്റ്റ് വിവാഹം ബ്രേക്കപ്പ് ആയി, സെക്കൻഡ് വിവാഹം ബ്രേക്കപ്പ് ആയി, പിന്നെ തേർഡ് മാരേജ്. അതാണ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഓൾസോ ഡിമാൻഡിങ് ദാറ്റ് ലഞ്ച് അറ്റ് 1 o'clock must be at the dining table. സോ യേശു ക്രിസ്തു പറയുന്നു, 1 മണിയാകുമ്പോൾ ഡൈനിങ് ടേബിളിൽ ലഞ്ച് അവിടെ വന്നിരിക്കണം. എന്നാൽ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, so Jesus Christ understands your weaknesses, your problems, and he helps you to prepare the lunch exactly at 1 o'clock. അപ്പൊ യേശു ക്രിസ്തുവും ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണം ഡൈനിങ് ടേബിളിൽ ഇരിക്കണം എന്ന് ഡിമാൻഡ് ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ ആ രണ്ടാമത്തെ ഭർത്താവിനും ഈ യേശു ക്രിസ്തുവിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണം എപ്പോഴും കൽപ്പിച്ചുകൊണ്ടിരിക്കും, സഹായിക്കത്തില്ല. എന്നാൽ യേശു ക്രിസ്തു നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും
ബലഹീനതകളും എന്താണെന്ന് മനസ്സിലാക്കി നമ്മെ സഹായിക്കുന്നത് മാത്രമല്ല, കൽപ്പനയെ പാലിക്കാൻ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ, ആജ്ഞയുടെ അടിസ്ഥാനത്തിൽ എക്സാക്ട്ലി അറ്റ് 1 o'clock ഉച്ചഭക്ഷണം തയ്യാറാക്കി ഡൈനിങ് ടേബിളിൽ വെക്കാൻ ഈ വ്യക്തി സഹായം ചെയ്യും. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. സോ യേശുക്രിസ്തു കൽപ്പിക്കുന്നു, ഡിമാൻഡ് ചെയ്യുന്നു, വളരെ ഡിസിപ്ലിൻഡ് ആണ്, ലോയെക്കാട്ടിലും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്നാൽ ആ കൽപ്പനകളെ അനുസരിച്ച് കൃത്യമായി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഈ വ്യക്തി നമ്മെ കൂടെ നിന്ന് സഹായിക്കുന്നു. ആ സഹായം കൊണ്ട് ആ കൽപ്പനകളെ പാലിക്കാൻ, ആ ഡിമാൻഡിങ് സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. So you have so many weaknesses, and this husband says, never mind, I will help you so that we can work together എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. സോ നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കുന്ന, ഞാനുണ്ട്, സാരമില്ല, നമുക്ക് ഒരുമിച്ച് ചെയ്യാം, ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ശരിയാക്കാം, ഞാൻ നിന്നെ സഹായിക്കും എന്നാണ് ഈ വ്യക്തി പറയുന്നത്. So Jesus Christ works with you, helps you with his grace, and one day you will overcome all your weaknesses and all your shortcomings. അതാണ് വ്യത്യാസം. ഈ യേശു ക്രിസ്തു എന്നുള്ള ഒരു വ്യക്തി തൻ്റെ കൃപ കൊണ്ട് നിന്നെ ശക്തീകരിക്കുന്നത്, സഹായം ചെയ്യുന്നത് കൊണ്ട് ഓരോ ദിവസവും മെച്ചമായിട്ടുള്ള ആത്മീക ജീവിതത്തിലേക്കാണ് വളർന്നു വരുന്നത്. അപ്പൊ നമ്മുടെ ബലഹീനതകള് അവന്റെ സഹായം കൊണ്ട്, അവന്റെ കൃപ കൊണ്ട് ഗ്രാജുവലി മാറും. So day by day, you will elevate your standard to meet the standard of Jesus Christ. അപ്പൊ നമ്മുടെ ലോ സ്റ്റാൻഡേർഡ് മാനദണ്ഡം, നിലവാരത്തിന്റെ സ്റ്റാൻഡേർഡ് ഓരോ ദിവസവും കൂടി വരത്തക്ക രീതിയിൽ, അൾട്ടിമേറ്റ്ലി ഓരോ ദിവസം ഈ യേശു ക്രിസ്തുവിന്റെ ആ നിലവാരം, ആ സ്റ്റാൻഡേർഡ് തന്നെ മാച്ച് ചെയ്യത്തക്ക രീതിയിൽ നമ്മെ ഈ യേശു ക്രിസ്തു, ഈ ഭർത്താവ്, ഈ വ്യക്തി നമ്മെ എപ്പോഴും സഹായിക്കും. But in the beginning it was difficult, but after some time, after few years, so with the help of this Jesus, so by his grace, so you reach that standard of Jesus Christ. So അതാണ് ഈ പുതിയ നിയമത്തിന്റെ വിശേഷത എന്ന് പറയുന്നത്. So love this husband called Jesus Christ with all your heart, and he will help you to keep the standard of God the Father. So പിതാവായ ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന ആ സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കണം. കാരണം ഈ യേശു ക്രിസ്തുവാണ് ശരിക്കും നമ്മെ ഈ കാര്യത്തിൽ സഹായിക്കുന്നത്. So he will support you to keep his commandments, his words. He will support you to meet all the requirements of the righteous God. So അവിടെയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. Now you have died with Christ to this sin. Sin എന്ന് പറയുമ്പോൾ പഴയ മനുഷ്യനാണ്, ഓൾഡ് സെൽഫ് ആണ്, the terrible husband ആണ്. So you have died with Christ to this old self. Secondly, you have died with Christ to the law. And thirdly, now you are united to the loving husband called the Lord Jesus Christ. So അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് സുവിശേഷത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ഫലം എന്ന് പറയുന്നത്, വലിയ സഹായം എന്ന് പറയുന്നത്. ഇതാണ് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും തമ്മിലുള്ള വ്യത്യാസം. ഇത് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ, അതല്ലാതെ അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ, എബ്രായർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ ന്യായപ്രമാണത്തിനും പുതിയ നിയമത്തിനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റും.
എന്നാൽ ഈ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ നമ്മൾ 6-ാം വചനത്തിലേക്ക് വരുമ്പോൾ 7:6 6-ാം വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കെ കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു എന്നാണ് പറയുന്നത്. But now we have been released from the law and its penalty, having died through Christ to that by which we were held captive, so that we serve God in the newness of the Spirit and not in the wholeness of the letter എന്നാണ് പറയുന്നത്. സോ ഇവിടെ പറയുന്നത് ദൈവത്തെ സേവിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ദൈവത്തെ സേവിക്കുന്നത് എന്ന് പറയുമ്പോൾ ദൈവത്തെ ശുശ്രൂഷിക്കുന്നതാണ്, ദൈവത്തെ സ്നേഹിക്കുന്നതാണ്. സോ ആ കാര്യത്തിന്റെ ഒരു വിഷയമാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. Now, how do we serve this new husband called Jesus Christ? സോ ഈ പുതിയ യജമാനനായിരിക്കുന്ന ഭർത്താവായിരിക്കുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന ഈ യേശുവിനെ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ സേവിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെയാണ് നമ്മൾ സേവിക്കേണ്ടത്. So we serve God not with letters but with the newness of the Spirit എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 7-ാം വചനം വായിച്ചാൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് ഒരു കാര്യം സൂചിപ്പിക്കുന്നു. എന്താണ് എന്ന് ചോദിച്ചാൽ, അവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ ആറത്, നിർബന്ധത്താലും ആറത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ്. Let each one give, എങ്ങനെയാണ്? Just as he has decided in his heart, not grudgingly or under compulsion, for God loves a cheerful giver എന്നാണ് പറയുന്നത്. സോ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയ ഒരു കാര്യം, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ ദൈവത്തെ എങ്ങനെ സേവിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ പഴയ നിയമത്തിൽ വേറെ രീതിയിലാണ്, എന്നാൽ പുതിയ നിയമത്തിൽ ദൈവത്തെ എങ്ങനെ സേവിക്കണം? So once you are united with Christ, then you do not do anything out of compulsion. Out of compulsion എന്ന് പറയുമ്പോൾ നിർബന്ധത്താലല്ല. നമ്മൾ ഒരിക്കൽ യേശു ക്രിസ്തുവിൽ ഒന്നായാൽ, ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ ആരംഭിച്ചാൽ, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഒരു ജീവിതം ആരംഭിച്ചാൽ, then we should learn one thing. സോ നമുക്ക് ഓരോ കാര്യവും ചെയ്യാൻ നിർബന്ധമില്ല. സോ ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. സോ വി ഡോണ്ട് ഡു എനിത്തിങ് ഔട്ട് ഓഫ് കമ്പൽഷൻ. സോ ദിസ് ഈസ് ദ വേ വി ലവ് ആൻഡ് സെർവ് ഗാഡ് ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ്. സോ അതിന് ഉദാഹരണമായിട്ട്, സോ ദർ ഈസ് നോ കമ്പൽഷൻ ഇൻ ലവിങ് ഗാഡ്. അപ്പൊ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി ആരെങ്കിലും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. So there is no compulsion in serving God. There is no compulsion in giving to God. There is no compulsion in obeying God. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പൊ ഈ യേശു ക്രിസ്തു എന്നുള്ള വ്യക്തിയോട് കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത്? സങ്കടത്തോടെയല്ല, നിർബന്ധ നിർബന്ധത്താലുമല്ല, പിന്നെ എങ്ങനെയാണ്? നോട്ട് ഔട്ട് ഓഫ് കമ്പൽഷൻ ഓർ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗ്രഡ്ജ്. എന്നാൽ ഇവിടെ പറയുന്നത് സന്തോഷത്തോടെ എന്നാണ്. സോ ചിയർഫുള്ളി, ജോയ്ഫുള്ളി എന്നാണ് പറയുന്നത്. So we love God cheerfully or joyfully. We do all the things joyfully and cheerfully. We love God joyfully. We serve God joyfully. We give to God joyfully. We obey God joyfully. We study the word of God joyfully. We worship the Lord joyfully. We offer ourselves to God joyfully. So cheerfully. So not grudgingly. There is no compulsion. We don't go to church out of compulsion. We don't worship God under compulsion. We don't study the word of God under compulsion. എന്താണ്? So we don't do anything grudgingly or under compulsion. ഇതെല്ലാം വളണ്ടിയറിലാണ്, വളരെ സന്തോഷത്തോടെ, വളരെ ചിയർഫുള്ളിയാണ്. സോ അതാണ്. So God is happy with something that comes from our heart. So നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് വരണം, കമ്പൽഷനിൽ കൂടി വരുന്നതല്ല. Remember that God is not happy with something that comes from compulsion. ഇപ്പൊ കമ്പൽഷനിൽ കൂടി നമ്മൾ ദൈവത്തെ സേവിക്കുന്നുണ്ടെങ്കിൽ, കമ്പൽഷനിൽ കൂടി നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, കമ്പൽഷനിൽ കൂടി നമ്മൾ ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഈവൻ ഗോഡ് ഈസ് നോട്ട് ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പൊ യേശു ക്രിസ്തു അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യത്തില്ല. സോ ഹി ഹാസ് ഗിവൻ ആബ്സല്യൂട്ട്ലി 100% കംപ്ലീറ്റ് ഫ്രീഡം. അപ്പൊ ആ ഫ്രീഡം എൻജോയ് ചെയ്യണം. അപ്പൊ അവനെ സ്നേഹിക്കണം, ഓരോ കാര്യങ്ങളും സ്നേഹത്തോടെ ചെയ്യണം. സോ അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അടുത്ത വചനത്തിലേക്ക് പോകുമ്പോൾ അവിടെ ന്യായപ്രമാണം കൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ള ഒരു വിഷയമാണ് അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിക്കുന്നത്. എന്നാൽ ന്യായപ്രമാണം കൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം. ന്യായപ്രമാണം കൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ നിർത്താൻ പോകുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.